പലസ്തീനു വേണ്ടി നിലപാട് കടുപ്പിച്ച് ചൈന. ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീന് സ്ഥിര അംഗത്വം നൽകുവാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി. പലസ്തീന് അംഗത്വം നൽകുന്നതിൽ UN സെക്യൂരിറ്റി കൗൺസിലിലെ ചില അംഗങ്ങൾ ഇടങ്കോലിടുന്നതായും വാങ് യി ചൈനീസ് പാർലമെന്റിന് മുന്നിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. അമേരിക്കയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതെന്ന് വ്യക്തമാണ്. പലസ്തീനും ഇസ്രയേലും രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളായി നിലകൊള്ളണം എന്ന ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് ചൈനയ്ക്കും. പലസ്തീനിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ തടയുന്നതിൽ ലോകരാജ്യങ്ങൾ പരാജയപ്പെട്ടത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ദുരന്തമാണെന്നും ഇത് മാനവ സംസ്കാരത്തിന് തന്നെ അപമാനമാണെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി പറയുന്നു. ഗാസയിൽ വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുവാൻ ലോകരാജ്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പലസ്തീനികൾക്കും ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശമുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന പലസ്തീൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം ആകണമെന്നും ഈ വ്യക്തമാക്കി. പലസ്തീന് വേണ്ടി വാദിക്കുന്ന പ്രധാന ലോകശക്തിയാണ് ചൈന. പരസ്പര ബഹുമാനവും സമാധാനവും ഇരുപക്ഷത്തിനും ഗുണമുണ്ടാകുന്ന തരത്തിലുള്ള സഹകരണവുമാണ് തങ്ങളുടെ വിദേശകാര്യ നയമെന്നാണ് ചൈന വാദിക്കുന്നത്. എന്നാൽ അമേരിക്കൻ വിരുദ്ധതയും നിക്ഷിപ്ത താൽപര്യങ്ങളും കൊണ്ടാണ് ചൈന പലസ്തീൻ പക്ഷം പിടിക്കുന്നതെന്നും വിമർശനമുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ അമേരിക്ക തന്നെ ഇസ്രയേലിനെ വിമർശിച്ചിരുന്നു. ഇസ്രയേലിന് ലംഘിക്കാനാകാത്ത ചില നിബന്ധനകളുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്രയേലിനും കടക്കാൻ കഴിയാത്ത ചുവപ്പുരേഖ അമേരിക്ക വരച്ചിട്ടുണ്ട്. അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫ നഗരം ആ ചുവപ്പുരേഖയ്ക്ക് പുറത്താണ്. റഫ നഗരം ആക്രമിച്ചാൽ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് ഉണ്ടാകില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നിബന്ധന ലംഘിച്ചാൽ അമേരിക്ക എന്ത് നടപടിയാണ് എടുക്കുന്നതെന്ന് ബൈഡൻ വ്യക്തമാക്കിയിട്ടില്ല. ഗാസയിലെ നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇസ്രായേൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികൾ ഇസ്രായേലിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നതെന്നും ബൈഡൻ വിമർശിച്ചിരുന്നു. ഹമാസിനെ തകർക്കുവാൻ അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഉയർന്നുകൊണ്ടിരിക്കുന്ന നിരപരാധികളുടെ മരണസംഖ്യയിലും ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുന്നതിലും അമേരിക്കയ്ക്ക് എതിർപ്പുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം 6-ാം മാസത്തിലേക്ക് കടക്കുമ്പോഴും വെടിനിർത്തലിന്റെ സൂചനയൊന്നും തന്നെ ലഭിക്കുന്നില്ല.